ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ 118:17. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. വെറുതെ അങ്ങ് മരിച്ചു പോകാനല്ല, ജീവിക്കാനാ ദൈവം ഈ ജീവനും ജീവിതവും ആയുസ്സും എല്ലാം തന്നത്. അങ്ങനെയെങ്കിൽ ശക്തിയോടെ പറയാൻ നമുക്ക് സാധിക്കട്ടെ, ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ജീവിതം ഒരുപക്ഷെ വലിയ സഹനങ്ങളിൽ ആയിരിക്കാം, ആഴിയുടെ നടുവിൽ ആയിരിക്കാം, അഗാധ തലങ്ങളിലേതുപോലെ ആയിരിക്കാം. എങ്കിൽ യോനായുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനമില്ലേ? എന്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എന്റെ പ്രാർത്ഥന അവിടുത്തെ സന്നിധിയിൽ, അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. ജീവൻ മരവിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാം. പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ നമുക്ക്. ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തും. നമ്മെ കരുതുന്ന ദൈവസന്നിധിയിൽ അവിടുന്ന് നോക്കിക്കൊള്ളും. എന്ത് കാര്യമായിക്കൊള്ളട്ടെ, ഏത് അവസ്ഥകളിലൂടെ ആയിക്കൊള്ളട്ടെ ജീവിതം കടന്നു പോകുന്നത്, വിശ്വാസത്തോടെ അവിടുത്തോട് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഇങ്ങനെ പറയാം, ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. എന്റെ കർത്താവിന്റെ പ്രവർത്തികൾ ഞാൻ അനേകരോട് പ്രഘോഷിക്കും. നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും.